വെടിനിർത്തലിൽ നിലപാട് കടുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നും സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ബന്ദികളുടെ കൈമാറ്റം നിർത്തിവെക്കുമെന്ന് ഹമാസും അറിയിച്ചു. അശ്വിനി വിവരങ്ങൾ. അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നൊരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് ഹമാസ് ശനിയാഴ്ച അടുത്ത ഘട്ടത്തിലുള്ള ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന് ഹമാസ് അറിയിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ശനിയാഴ്ചയോടുകൂടി ബന്ദികളുടെ മോചനം നടത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കും, അല്ലെങ്കിൽ അത് നിർത്തലാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ട്രംപ് ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച തന്നെ ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഗാസ ഏറ്റെടുക്കും, അമേരിക്ക ഏറ്റെടുക്കും, അവിടെ പുനർനിർമ്മാണം അമേരിക്ക നടത്തും, റിസോർട്ട് അടക്കമുള്ള പദ്ധതികളാണ് ട്രംപ് അവിടെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് ഗാസയും അതുപോലെ തന്നെയുള്ള പലസ്തീനിയൻ പൗരന്മാരും ഈ ഒരു നിലപാട് തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് ശനിയാഴ്ചയോടുകൂടി ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നും അതുപോലെ തന്നെ തുടർന്നുള്ള, അതായത് ഇസ്രായേലിനെ പിന്തുണച്ച് ഗാസ പിടിച്ചെടുക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് അമേരിക്ക നീങ്ങുമെന്നുമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത്. ഹമാസ് ആണെങ്കിൽ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നത്, ശനിയാഴ്ചത്തെയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നത് താൽക്കാലികമായി പിൻവലിക്കുമെന്ന തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ പ്രതികരണം വരുന്നത്. ഹമാസ് ഇത്തരത്തിലുള്ള ബന്ദികളുടെ മോചനം നിർത്തിവെക്കുന്നതായി അറിയിച്ചത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വെടിനിർത്തൽ കരാർ ലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. ഈ ജനുവരി 19 തുടങ്ങിയ ബന്ദികളുടെ മോചനത്തിനിടയിലും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ബന്ദികളുടെ മോചനത്തിനിടയിലും ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് വെടിനിർത്തൽ കരാർ ലംഘനങ്ങളൊക്കെ പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു കടുത്ത നടപടികളിലേക്ക് ഹമാസോ അതുപോലെ തന്നെ ഇസ്രായേലോ നീങ്ങിയിരുന്നില്ല. എന്നാൽ ട്രംപിൻ്റെ ഇടപെടലോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നാദിര. ശരി, അശ്വിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.